ഹലോ എവരിവൺ, ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സ് നവീൻ. ഇന്ന് നമ്മൾ കാണുന്ന ഈ വീഡിയോ ഫിൽട്ടർ പ്രസ് 470, അതായത് 18 ഇഞ്ചിൻ്റെ പ്ലേറ്റ്, 18 പ്ലേറ്റ് ഇട്ടിട്ടുള്ള ഒരു ഫിൽട്ടർ പ്രസ്സാണ്. അതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളും കംപ്ലീറ്റും നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ഹൈഡ്രോളിക് ആണ്. 20 ടൺ സിലിണ്ടർ, 20 ടൺ സിലിണ്ടറിൽ ഹാൻഡ് ഹൈഡ്രോളിക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ജാക്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇത് നമുക്ക് വന്നിട്ട് ഇപ്പോൾ 20 ടൺ ഹാൻഡ് ഹൈഡ്രോളിക്കും ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഹൈഡ്രോളിക് പവർ പാക്കോട് കൂടിയിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൾക്ക് ബഡ്ജറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് നമ്മൾ ഹാൻഡ് ഹൈഡ്രോളിക് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ 18 പ്ലേറ്റും നമുക്ക് SS-ൻ്റെ പ്ലേറ്റാണ്. ഇതിൽ നമ്മൾക്ക് വന്ന് 2 സെറ്റ് ക്ലോത്ത് വരും. ഈ 2 സെറ്റ് ക്ലോത്ത് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ക്ലോത്ത് ഇട്ടിട്ടില്ല, എന്താ വെച്ചാൽ ഡെസ്പാച്ച് ചെയ്യുമ്പോൾ വല്ല ഡാമേജോ വല്ല കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ള കാരണം. അതേപോലെ ഈ പ്ലേറ്റ് SS-ൻ്റെ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾക്കറിയാം, പരമാവധി എവിടെ നിന്ന് വെച്ചാലും നമ്മൾക്ക് വന്നിട്ട് SS-ൻ്റെ പ്ലേറ്റ് കിട്ടത്തില്ല. അതേപോലെ ഈ ഫിൽറ്റർ ഒന്ന്, പിന്നെ കൊപ്ര കട്ടർ ചെറുത് 250 കിലോൻ്റെ വിത്ത് മോട്ടറോട് കൂടിയിട്ട് ഈ ഒരു കൊപ്ര കട്ടർ, പിന്നെ ഒരു 5 വോൾട്ട് എക്സ്പെല്ലർ കൊപ്രയുടെ, അതേപോലെ ഒരു 500 ലിറ്റർ 1000 ലിറ്ററിൻ്റെ ടാങ്ക്, ഒരു SS-ൻ്റെ ടാങ്ക് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് വിത്ത് ഡോറോട് കൂടിയിട്ട്, ടോപ്പ് ഓപ്പൺ ഡോറോട് കൂടിയിട്ട് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കും കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കിയിട്ട്, ഇന്നത്തെ ഈ ഡെസ്പാച്ച് നമുക്ക് കണ്ണൂരാണ് നമ്മൾ ഈ മെഷീനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ ഇനി അവർ മെഷീനൊക്കെ കാണിച്ച് അവർ ഇതിന്ന് സപ്ലൈ എടുത്തതിന് ശേഷം അതിൻ്റെ വീഡിയോ നമ്മൾ പുറകോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോ നമ്മൾ റണ്ണിങ് വീഡിയോ സൈറ്റിൽ വെച്ച് കസ്റ്റമറിൻ്റെ കൂടെ അവരെ ഫീഡ്ബാക്ക് നമ്മൾ വന്നിട്ട് ഇതിൽ ടാഗ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഏകദേശം 18 ഇഞ്ചിൻ്റെ പ്ലേറ്റ് നിങ്ങൾ കണ്ടു. ഇപ്പോൾ അടുത്തത് നമ്മളൊരു സെറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 610 24 ഇഞ്ചിൻ്റെ 24 പ്ലേറ്റ് ഹൈഡ്രോളിക്സ് വിത്ത് പവർ പാക്കോട് കൂടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 7 വോൾട്ടിൻ്റെ വീഡിയോ അധികം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അധികം നമ്മൾ കൊടുത്തിരിക്കുന്നത് വിദേശ ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അധികം കിട്ടിയിട്ടില്ല. വീഡിയോവും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ചാൻസും നമുക്ക് അവർ തന്നിട്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ ഒരു 7 വോൾട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ 6 ടൺ ഫിൽറ്റർ നമ്മളൊരു 610 24 പ്ലേറ്റ്, ഒരു 4 ഫിൽറ്റർ, അതേപോലെ 5000 ലിറ്റർ ടാങ്ക്, അതിൻ്റെ ഒരു 4 ടാങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.